കൃഷ്ണ. സനകാദി മഹർഷിമാരുടെ ശാപം കൊണ്ട് ജയവിജയന്മാർ എങ്ങനെയാണ് ഭൂമിയിൽ അസുര യോനിയിൽ ജനിക്കുന്നത്? അതിന് ഭഗവാൻ അവരെ വധിക്കുവാൻ വേണ്ടി ഓരോരോ അവതാരങ്ങൾ എടുക്കുന്നതും ഈ 3 ജന്മത്തിലെയും ഇവരെ വധിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. വരാഹ അവതാരമായിട്ടും നരസിംഹ അവതാരമായിട്ടും ശ്രീരാമ അവതാരമായിട്ടും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ അവതാരം എടുത്തും എല്ലാം കൊണ്ടാണ് ഈ 3 ജന്മങ്ങളിൽ ജയവിജയന്മാർ ഈ അസുരയോനിയിൽ ജനിക്കുന്നവരെ വധിക്കുന്നത്. എന്നാൽ അവർക്ക് ശാപമുക്തി നേടുവാൻ വേണ്ടിയാണ് ഭഗവാൻ ആ വഴി പറഞ്ഞു കൊടുത്തത്. ഇനി ഇതിൻ്റെ പിന്നിലുള്ള ഒരു സാരാംശം പറഞ്ഞു തരാം. പണ്ടൊരിക്കൽ ഈ ശാപം കിട്ടുവാനുള്ള കാര്യം എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പണ്ടൊരിക്കൽ സനകാദി മഹർഷിമാർ ഭഗവാനെ കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടി വൈകുണ്ഠത്തിലേക്ക് പോയി. അവിടെ വളരെ ഭക്തിയോടുകൂടിയാണ് ഭഗവാന്റെ ഉത്തമ ഭക്തരായിരുന്നു ജയവിജയന്മാർ. അവരാണ് ദിക്പാലകന്മാരായിട്ട് അവിടെ നിന്നിരുന്നത്. അവരെ കണ്ട മാത്രയിൽ വന്ന വിവരങ്ങളെല്ലാം മഹർഷിമാർ അവരോട് പറയുന്നു. ഞങ്ങൾക്ക് ഭഗവാനെ കാണണം, അതിനുവേണ്ടി കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരല്ലേ. അതുമല്ല, വളരെയധികം തപസ്സനുഷ്ഠിച്ചും എല്ലാമാണ് അവർ ഈ ഒരേ രൂപത്തിൽ അവർ ഇരിക്കുന്നത്. ചെറിയ കുട്ടികളെ പോലെ ആണ് അവരിയ്ക്കുന്നത്. അവർക്ക് വസ്ത്രങ്ങൾ ധരിക്കണമെന്നോ ഒന്നും അവർക്ക് ചിന്തയില്ല. എവിടെയെങ്കിലും ഈ വിഷ്ണു ഭഗവാന്റെ നാമങ്ങളും ചൊല്ലി ഇങ്ങനെ നടക്കുകയാണ് അവർ. അവരാണ് ഭഗവാനെ കാണാൻ വേണ്ടി വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ജയവിജയന്മാർ തടഞ്ഞു നിർത്തിയത്. ഇതിൽ അതീവ ദേഷ്യത്തോടു കൂടി ഇവരെ രണ്ടുപേരെയും ശപിച്ചുകൊണ്ട് മഹർഷിമാർ പോവുകയാണ്. ഭൂമിയിൽ നിങ്ങൾ അസുരയോനിയിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്നു. അതിനുശേഷം മഹർഷിമാർ അവിടെ നിന്ന് പോകുന്നു. ഇതിൽ ദുഃഖിതരായ ജയവിജയന്മാർ കാര്യങ്ങളെല്ലാം ചെന്ന് ഭഗവാനോട് പറയുന്നു. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ പറയുകയാണ്, മഹർഷിമാരുടെ ശാപം തിരിച്ചെടുക്കാൻ ഒട്ടും സാധ്യമല്ല. ഇനി വേണമെങ്കിൽ 2 ഉപായം പറഞ്ഞുതരാം. എന്നെ പരമമായി ഭക്തിയോടുകൂടി 7 ജന്മം എടുക്കുക, എന്നെ തന്നെ മനസ്സിലുറപ്പിച്ചുകൊണ്ട്. അല്ലെങ്കിൽ 3 ജന്മം എന്നോട് വളരെയധികം ശത്രുത പുലർത്തിക്കൊണ്ട് 3 ജന്മത്തിലും ജന്മം എടുക്കുക. ഇതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്ത വഴി. അപ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയും ചെയ്യും. ഇത് കേട്ട മാത്രയിൽ തന്നെ അവരതിനെ സമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സത്യയുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ടും, ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനായിട്ടും, പിന്നീട് ദ്വാപരയുഗത്തിൽ ശിശുപാലനും ദൈന്തവക്രനുമായിട്ടും
ജന്മമെടുത്തു. ഇവരെ എല്ലാം വധിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ കഥ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് വേറൊരു കഥ കൂടെ മനസ്സിലാക്കാം. കശ്യപ പ്രജാപതിയുടെയും ദിതിയുടെയും കഥയാണ് ഞാൻ ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും എങ്ങനെ ജന്മം വന്നു എന്ന് ഒരു ചെറിയ വിവരണം കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരു ദിവസം സന്ധ്യാനേരം, ത്രിസന്ധ്യ സമയമാണ്. ആ സമയത്ത് ഹിരണ്യാക്ഷൻ കശ്യപ പ്രജാപതിയോട് ദിതി ചെന്ന് പറയുകയാണ്, എനിക്കിപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം എന്ന് പറഞ്ഞു വളരെയധികം കാമാർത്ഥയായിട്ടാണ് കശ്യപ പ്രജാപതിയോട് ചെന്നത്. ഇത് കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായി. അദ്ദേഹം വളരെ ക്രോധനായിട്ട് പറയുകയാണ്, ഈ ത്രിസന്ധ്യാവേളയിൽ നീ ഇങ്ങനെ മനസ്സുകൊണ്ടുകൂടി ആലോചിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് നീ അതിൽ നിന്ന് പിന്മാറണമെന്ന് എത്രയോ പറഞ്ഞു നോക്കി. പക്ഷേ വളരെയധികം ദിതി മൂർച്ഛിച്ച് നിൽക്കുന്ന സമയമായിരുന്നു ദിതിയുടെ. അതിൽ കാമാർത്ഥയായിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞ കേട്ട മാത്രയിൽ തന്നെ വളരെയധികം ദേഷ്യം വന്നു കശ്യപ പ്രജാപതിക്ക്. പക്ഷെ ഇതിൽ നിന്നൊന്നും ദിതി പിന്മാറിയേയില്ല. ദിതി എന്ത് ചെയ്തു? വളരെയധികം കാമാർത്ഥയായിട്ട് കശ്യപ പ്രജാപതിയെ ആലിംഗനം ചെയ്തു. പിന്നീട് നമ്മൾ പറഞ്ഞാൽ ഇതിലൊന്നും അതിൻ്റെ ഭവിഷ്യത്തുക്കൾ നീ തന്നെ സഹിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഇഷ്ടത്തിന് കശ്യപ പ്രജാപതി അതിന് വണങ്ങി. അപ്പോൾ ലോകമെങ്ങും ദിക്കുകളെങ്ങും അന്ധകാരത്തിലെങ്ങോ ആണ്ടു ആ തേജസ്സിൽ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുക്ക് ദേവഗണങ്ങളെല്ലാം കൂടി ചോദിക്കുകയാണ് ദേവലോകത്ത് വെച്ച്, ഇതെന്താ ഭൂമി ഇങ്ങനെ അന്ധകാരത്തിലായിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും നടന്ന കാര്യങ്ങളെല്ലാം ബ്രഹ്മാവ് പറയുകയും ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ആ യോനിയിൽ ജനിച്ചതാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ശാപത്തോടു കൂടിയല്ലേ ആ കുട്ടിയുടെ ജനനം. അപ്പോൾ സനകാദി മഹർഷിമാരുടെ ശാപവും വേണ്ട എന്ന് അനുസരിക്കാതെ കശ്യപ പ്രജാപതി എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും അനുസരിക്കാതെ വീണ്ടും വീണ്ടും അതിൽ തന്നെ ദിതി നിലച്ചു നിൽക്കുകയായിരുന്നു. അതിൽ ഉണ്ടായ സന്തതികളോ രണ്ടുപേരും അസുരന്മാരായിരുന്നു. ആ അസുരന്മാരാണ് പിന്നീട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ട് ജനിക്കുന്നത്. ഹിരണ്യാക്ഷനെ വരാഹാവതാരം എടുത്തുകൊണ്ട് ഭഗവാൻ വധിക്കുന്നു. പിന്നീട് ഹിരണ്യകശിപുവിനെ നരസിംഹാവതാരം എടുത്തും വധിക്കുന്നു. ഇങ്ങനെ വരാഹാവതാരത്തിൻ്റെ ഒരു ചെറു വിവരണവും കൂടെ ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കി പോകാം. പിന്നീട് ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനുമായിട്ട് ജന്മമെടുത്തതിന് ശ്രീരാമ അവതാരം ഭഗവാൻ സ്വീകരിക്കുന്നു. എന്നിട്ട് അവരെ യുദ്ധത്തിൽ നിഗ്രഹിക്കുന്നു. പിന്നീട് ദ്വാപരയുഗത്തിലും അതുപോലെ തന്നെ ശിശുപാലനും ദന്തവക്ത്രനും ആയിട്ട് ജനിക്കുമ്പോൾ അവരെ
ശ്രീകൃഷ്ണാവതാരത്തിൽ അവരെ വധിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഹരേ കൃഷ്ണ.